ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. പീട്ടോട് വനത്തിലൂടെ കടന്നുപോകുന്ന റോഡിന് ഇരുവശവും വലിച്ചെറിയുന്ന മാലിന്യം ആരോഗ്യ ഭീഷണി ഉയർത്തുന്നു. വനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സംരക്ഷിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം അവഗണിക്കുന്നതാണ് പ്രദേശത്ത് വലിയ തോതിൽ മാലിന്യം തള്ളുന്നതിന് കാരണം. മൂവാറ്റുപുഴ നഗരത്തിന് സമീപം നാടിന് കുളിർമയായി വീട്ടൂർ വനത്തിന് നടുവിലൂടെ പോകുന്ന റോഡിന് ഇരുവശവും മാലിന്യം നിക്ഷേപിക്കുന്നത് ആരോഗ്യ ഭീഷണി ഉയർത്തുന്നു. മൂവാറ്റുപുഴ പട്ടിമറ്റം കാക്കനാട് റോഡ് കടന്നുപോകുന്നത് ഈ വനത്തിലൂടെയാണ്. വനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സംരക്ഷിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ജനപ്രതിനിധികൾ അവഗണിക്കുന്നതിനാലാണ് ഇവിടെ വലിയ തോതിൽ മാലിന്യം തള്ളുന്നത്. മധ്യ കേരളത്തിലെ വിവിധ ഫോറസ്റ്റ് റേഞ്ചുകളിൽ നിന്ന് എത്തുന്ന തടികൾ ഇവിടെയാണ് ലേലം ചെയ്യുന്നത്. ഒപ്പം തേക്ക് പ്ലാന്റേഷനും സോഷ്യൽ ഫോറസ്ട്രിയുടെ പ്ലാന്റേഷനുമുണ്ട്. റോഡിന്റെ ഇരുവശവും വനമുള്ള ഭാഗത്ത് പോലീസിന്റെ ബോർഡ് വെച്ച ക്യാമറയുമുണ്ട്. അതിന്റെ മൂക്കിൻ തുമ്പത്താണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. വിവിധ തരം മാലിന്യങ്ങൾ ചാക്കിലും പ്ലാസ്റ്റിക് കവറുകളിലും ഇട്ടത് പക്ഷികളും നായകളും കൊത്തിപ്പറിച്ചിട്ടിരിക്കുന്നത് കനത്ത മഴയിൽ റോഡിലൂടെ ഒഴുകി നടക്കുന്ന കാഴ്ചയുമാകുന്നു. ഇതിനെതിരെ അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.